ഹായ് ഓൾ. ഇന്നലത്തെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊക്കെ ഇന്ന് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ലെവൽ തന്നിരുന്നു. അതായത് ഇന്നലത്തെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു കൺസോൾട്ടേഷൻ അവസാനം ഉണ്ടായിരുന്നില്ലേ, അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ സി ബൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പി ബൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് എന്തായാലും മാർക്കറ്റ് കൃത്യമായി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി പിന്നെ വീണ്ടും തിരിച്ചു വന്ന് അവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് കാണിച്ചു അല്ലേ. ആ നല്ലൊരു അപ് ട്രെൻഡ്. അപ്പോൾ അത് നമുക്കൊരു മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ ഏകദേശം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് അവിടെ തന്നെയാണ് മാർക്കറ്റ് പോയി നിന്നത്. 25,100 പോയിട്ട് വരെ മാർക്കറ്റ് നല്ലൊരു റാലി കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്കൂടെ റെസിസ്റ്റൻസ് പറഞ്ഞ് 25,000, അതും ബ്രേക്ക് ചെയ്ത് അത് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് നേരെ പോയി 25,100 വരെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അപ്പം ഈ ഒരു റാലി ഇങ്ങനെ നല്ല നല്ല റാലികൾ നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ നോക്കി ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് കിട്ടും. അല്ലാതെ ഇന്നിപ്പോൾ ഞാൻ മാർക്കറ്റ് ഇന്ന് വരെ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ വരെ പോയി നാളെ പോകണമെന്നില്ല അല്ലേ. നാളെ ഇപ്പോൾ നമുക്ക് എഗൻസ്റ്റ് വരാം. അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ട് മാർക്കറ്റിൽ. എന്താണ് മാർക്കറ്റ് ഇന്ന പോലെ ബിഹേവ് ചെയ്താൽ നമ്മൾ ഇന്ന പോലെ ട്രേഡ് എടുക്കും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇന്ന പോലെ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുത്തു, കൃത്യമായി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ആ ലെവലിൽ താഴത്തേക്ക് ഒരു കാര്യത്തിൽ കൃത്യമായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവുന്നു. ആ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നല്ലൊരു ടാർഗറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ട്രേഡർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മാർക്കറ്റ് ഇന്നടത്തേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയെ നമുക്കിങ്ങനെ ഉപയോഗപ്പെടുത്താനേ നമുക്ക് പറ്റുള്ളൂ. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞ സാധ്യത ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ നല്ലൊരു അപ് ട്രെൻഡ് കിട്ടും. ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് മുകളിലേക്ക് പോയാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാമെന്നൊക്കെ അല്ലാതെ കണ്ട് നമുക്ക് മാർക്കറ്റ് കൃത്യമായി അവിടം വരെ പോകുമെന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇന്നലെ ഭാഗ്യം കൊണ്ട് എന്തോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോയി. അതിന് സാധ്യത കൂടുതൽ. കാരണം നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് വന്ന അപ് ട്രെൻഡ് ആയതുകൊണ്ടാണ് നല്ല കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ലെവൽ വരെ പോയത്. അല്ലാതെ അതിൻ്റെ ഇടയിലാണ് എന്തെങ്കിലും ഒരു അപ് ട്രെൻഡ് വരികയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുക, കൃത്യമായി നമ്മൾ ലെവലുകൾ നോക്കുക, ട്രേഡ് ചെയ്യുക. അത്രയോ ട്രേഡർക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ. അപ്പോൾ നാളത്തെയും കുറച്ച് ലെവലുകളുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇന്നത്തെ അപ് ട്രെൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ചാർട്ട് സൈഡിൽ കൊടുക്കാം. അതിനുശേഷം ഡൗണിലേക്ക് വന്നിരുന്നത് അത് 25,950 എന്നാൽ പിന്നീട് രണ്ടാമത് അപ് ട്രെൻഡിലേക്ക് പോയത്. ആ 25,950 നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നീടുള്ളത് ഒരു താഴത്തേക്കുള്ളത് പറഞ്ഞാൽ 24,800 വരുന്നത്. 24,800 പിന്നെ ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 24,800 ഓപ്പൺ ആവാൻ സാധ്യത കുറവാണ് ലക്ഷം കണ്ടിട്ട്. അപ്പോൾ ഏകദേശം ഒരു 24,950 മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അപ് ട്രെൻഡ് വീണ്ടും നമുക്കൊരു മുകളിലേക്ക് തന്നെ ഒരു സി തന്നെ ബൈ ചെയ്യാം. അതിപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിൽ തിങ്കളാഴ്ച ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണ് 24,950 ഒക്കെ ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് സി ഒന്നും കൂടി ബൈ ചെയ്യാം. അല്ല ഒരു കൺസോൾട്ടേഷൻ ഓപ്പണിംഗ് ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു ലെവലുണ്ട്, ഒരു 25,000 25,100 25,000 ഇടയിൽ ഒരു ലെവലുണ്ട്. ആ 100 പോയിന്റ് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അത് ഇന്നത്തെ ഹൈയും 25,000 ഇന്നത്തെ ഹൈയും അതിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണം. കൺസോൾട്ടേഷൻ ഓപ്പൺ, അതായത് 25,000-ൻ്റെയും ഇന്നത്തെ ഡേ ഹൈൻ്റെയും ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ എന്നാൽ വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട, ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പെട്ടെന്ന് നമ്മളെ സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും സേഫ്. അത് മുകളിലേക്കാണെങ്കിൽ 25,250 വരെ പോകാൻ സാധ്യതയുണ്ട് മാർക്കറ്റ്. തിങ്കളാഴ്ച എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ 2 ദിവസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒന്ന് ഗ്ലോബൽ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അവിടെ ഒരു പ്രസൻസ് മാറിപ്പോവാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 25,100 25,250 വരെ പോകാൻ ചിലപ്പോൾ സാധ്യതയില്ല. എന്നാലും അവിടെ ഒരു പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. 25,250 വരെ പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഇനി നിഫ്റ്റിക്ക് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,800 വരെ വരാനുള്ള സാധ്യത, 100 പോയിന്റ് താഴേക്ക് വരാനുള്ള സാധ്യത. അവിടെ നല്ലൊരു സപ്പോർട്ട് ലെവൽ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ലെവലുകൾ ഞാൻ കണ്ടിട്ടുള്ളത് മാർക്കറ്റിൽ. നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ തിങ്കളാഴ്ചക്ക് മുമ്പ് ഒരു വീഡിയോ കൂടി ഇടാം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നു. കിട്ടിയവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.